ഗൈസ്, ബോംബെയിലെ അടിച്ചു പൊളിച്ചുള്ള വെക്കേഷന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഇതിന്റെ ഇടക്ക് ബോംബെയിൽ നിന്ന് നമ്മുടെ അധോലോക നായകൻ അച്ചുക്കുട്ടനെ കേരളത്തിലേക്ക് ഇറക്കാൻ പോകുന്നു ഗൈസ്. നമ്മളിനി ഒരു കുറച്ച് 10 ദിവസമാണ് സച്ചുവിന് ഫ്രീ ആയിട്ടുണ്ടാവണം. അപ്പൊ ഈ 10 ദിവസം നമ്മൾ അടിച്ചു പൊളിക്കാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ അച്ചുകുട്ടൻ ബോംബെ നിന്ന് കൊച്ചിയിലെത്തി. അതെ, അച്ചുവേടൻ തന്നെ. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് കഴിഞ്ഞ ഇൻഫ്യൂസ് ചിക്കൻ കഴിക്കാൻ പോണേ. നമ്മൾ എവിടെയാണ് ഇൻഫ്യൂസ് ചിക്കൻ കഴിക്കാൻ പോണത്? ഫ്രൂട്ട് കോഫി ഞാൻ തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവരേട്ടാ, എന്താണ് ഇവരെ കൊണ്ടുപോണ കാര്യം, ഇവരെ വഴി പറഞ്ഞു തരാൻ പോണെ. അതെ ഗൈസ്, അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് വൈറ്റ്ലയിലെ ഒരു ഫ്രൂട്ട് കോഫി സംതിങ് അങ്ങനത്തെ ഒരു കടയിലാണ്. അപ്പോ നമുക്കിനി അങ്ങോട്ട് ചെന്നിട്ട് സാധനം ഹൈപ്പിനൊത്താണോ ടേസ്റ്റ് നല്ലതാണോ, 4 ഫ്ലേവേഴ്സ് ഉണ്ട് അതിന്. അപ്പൊ അത് ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1 മണിക്കൂർ സംതിങ് പിന്നൊക്കെ ആയി. ഞങ്ങൾ 20 മിനിറ്റ് എടുത്ത് എട്ടിന്റെ അടുത്ത് ഇപ്പൊ 1 മണിക്കൂറായിട്ടും അനങ്ങാണ്ട് കിടക്കണേ. ഇപ്പഴാണ് ഒന്ന് മൂവായി തുടങ്ങിയത് വണ്ടി. ഇവിടെ ഭയങ്കര മഴയായിരുന്നല്ലേ, നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ ഡ്രൈവർ അച്ചുകുട്ടൻ കഷ്ടപ്പെട്ട് മഴയത്തൊടിച്ചോണ്ടിരിക്കുന്നതാണ്. കഷ്ടപ്പാടൊന്നുമല്ല, പിന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു. വണ്ടി എവിടെയെങ്കിലും കെട്ടി കിടന്നാൽ മതി. അപ്പൊ ഇനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ എത്തട്ടെ. ഇതാണ് ഈ കടേന്റെ എൻട്രൻസ്. അപ്പൊ ഞങ്ങള് കേറി. ഇൻഫ്യൂസ് ചിക്കൻ എത്ര ഫ്ലേവർ ഉണ്ട്? 5 ഫ്ലേവർ. 5 ഉണ്ട്. കൊറിയൻ ഉണ്ട്, ചീസ് ഉണ്ട്, വൈൽഡ് ഹോപ്പ് ഉണ്ട്, റെഡ് ഹോട്ട് ഉണ്ട്, സ്മോക്കി ബാർബിക്യൂ. അപ്പൊ അതിന്റെ തേവമല്ലെന്നറിയാത്തോണ്ട് ഞങ്ങള് മെയിൻ ആയിട്ടുള്ള 3 എണ്ണം, ഏതെങ്കിലും 3 എണ്ണം ഓർഡർ ചെയ്ത് നോക്കാം. ഹാഫ് അല്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പൊ ഏതാണ് പറഞ്ഞിരുന്നത്? സ്മോക്കി ബാർബിക്യൂ. അല്ല അയ്യോ അതില്ല, അതില്ല, അത് മറ്റേ ഹോട്ട് ഹണി സംതിങ് ആയിരുന്നു. അതില്ല, റെഡ് ഹോട്ട് അതാ, അല്ല ഹോട്ട് ഹണി ആയിരുന്നു. അതില്ല, അതില്ല. പക്ഷെ നമ്മളപ്പോ വേറെ ഓർഡർ ചെയ്യാൻ പോണേ. നമ്മൾ ബാക്കി 3 ഓർഡർ ചെയ്യാൻ പോണാണ്. കൊറിയൻ, ചീസ് ആൻഡ് വൈൽഡ് ഹോപ്പ്. ഓക്കെ. അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി 3 ഫ്ലേവർ ഇൻഫ്യൂസ് ചിക്കൻ ഓർഡർ ചെയ്ത്, പിന്നെ 2 ലെമണേഡും എന്തൊരു എനിക്ക് മാംഗോ ജ്യൂസ്. ഞാൻ മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്ത്, പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ ലെമണേഡാണ്, ഗ്രീൻ ആപ്പിൾ ലെമണേഡ്, കിവി ലെമണേഡ് ഓർഡർ ചെയ്ത്. പിന്നെ ഞങ്ങള് 3 സിലോൺ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വരട്ടെ. നമ്മുടെ ജ്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. മാംഗോ ജ്യൂസ്, കിവി ലെമണേഡ്, പിന്നെ എന്തായിരുന്നു? കിവി ലെമണേഡ്, പിന്നെ ഗ്രീൻ ആപ്പിൾ ലെമണേഡ്. മാംഗോ ജ്യൂസ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ. എന്നാണ് ഇനി അച്ചോട്ടം കുടിച്ചു നോക്കാം. സംഭവം കിവിയല്ലോ നീ മേടിച്ചത്, മറന്നുപോയിട്ട് പെട്ടെന്ന്. ഇന്നങ്ങനെ ഹാപ്പി പോലെ പിടിച്ചു നോക്കിയാൽ ഇത് കൊള്ളൂ. ഞങ്ങളുടെ ചിക്കനെ കരിയിച്ച അല്ലേ, ഞങ്ങളുടെ ചിക്കനെ കരിയിച്ച് കളഞ്ഞില്ലേ? ദുഷ്ടന്മാര്. അപ്പൊ കഴിച്ചു നോക്കിയിട്ട് ഞങ്ങൾ അവസാനം ടേസ്റ്റ് പറയാൻ വരാം. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പുറത്തോട്ട്. ഫുഡിനെ പറ്റിയുള്ള റിവ്യൂ ഞങ്ങളില്ല പണ്ടിൽ നിന്ന് പറയാതെ. ഫുഡ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിക്കൻ എല്ലാം എന്ന് പറയാനുള്ള ചിക്കൻ ഏതായാലും ചീസി ഞങ്ങൾ ട്രൈ ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ പൊറോട്ട എന്ന് പറയുന്നത് ഇവിടെ നാട്ടിലത്തെ പൊറോട്ട അനുസരിച്ച് അത് അത്ര നല്ല പൊറോട്ട അല്ല, പക്ഷെ കുഴപ്പമില്ല. ഈ എലൈറ്റിന്റെ പൊറോട്ടയൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കൂലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. പൊറോട്ട 30 രൂപക്കൊന്നുമില്ല അല്ലേ? 20 രൂപ അല്ലേ? 20 രൂപ. ഓക്കെ, 20 രൂപ പൊറോട്ട 30 രൂപ എന്താ പറയണേ? അല്ല, അതിനിപ്പോ 30 രൂപ ബില്ല് ഇട്ടേച്ചത് ഗൈസ്. 30 രൂപ തന്നെയാണ് പൊറോട്ടക്ക്. 30 രൂപക്ക് ഇല്ല എന്തായാലും അല്ലേ? 30 രൂപക്ക് എന്തായാലും ഇല്ല. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ലോഡ്, നല്ല ചീസും ചിക്കനും അല്ലേ, നല്ല അടിപൊളി സാധനം വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചീസ് ഒഴികെ ബാക്കി നിങ്ങൾ ഏത് ഫ്ലേവറാണ് ട്രൈ ചെയ്ത് നോക്കുക. ചീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ചീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ ബേസിക്കലി നല്ലതായിരുന്നു. ചിക്കൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ചാണ്. ഇപ്പം എല്ലാ ചിക്കനും നല്ല സോഫ്റ്റും ടെൻഡറും യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ചീസി ഇഷ്ടമായില്ല, അത്ര ചില ആൾക്കാർക്ക് അത് ഇഷ്ടമായിരിക്കും. അതെ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗ് അതിൻ്റെ എത്തി അല്ലേ? സോ ഈ വ്ളോഗ് ഇത്ര ഉള്ളൂ. ഇനി എവിടെയാ പോണത്? ഞങ്ങൾ പനമ്പള്ളി. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് ഞാൻ അതിൻ്റെ എത്തി. ബൈ.